മേമലക്കാരൻ ബൈജുവിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയമുള്ളവരെ, വളരെ ഗൗരവപരമായിട്ട് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഞാനിപ്പോൾ പങ്കുവയ്ക്കുന്നത്. വീഡിയോ പൂർണ്ണമായിട്ട് നിങ്ങൾ കാണുക. നമ്മുടെ മേമലയ്ക്ക് തൊട്ട് താഴെ ആ ജംഗ്ഷനിൽ നിന്നാണ് താഴോട്ട് ഒരു 1/2 കിലോമീറ്റർ വളരെ മോശമായി റോഡ് കാണപ്പെടുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുമ്പോൾ ഇത് PWD റോഡാണ്. ഇത് ഏകദേശം നമ്മുടെ എലപ്പാറ റോഡ് ബ്ലോക്ക് ആകുവാണെങ്കിൽ ഇതിലെ കൂടെയാണ് യൂസ് ചെയ്യുന്നത്. എന്നാൽ പോലും ഇപ്പോൾ ഒരു 1/2 കിലോമീറ്റർ വളരെ യാത്രാക്ലേശമായിട്ട് കാണപ്പെടുകയാണ്. യാത്രക്കാർക്ക് ദുരിതം അനുഭവിക്കുന്ന രീതിയിലും, പ്രത്യേകിച്ച് ഇവിടെ മേമല ജംഗ്ഷൻ സമയത്ത് ഒരു 10, 20, 25 ഓട്ടോ തൊഴിലാളികളുണ്ട്, വ്യാപാര വ്യവസായികളുണ്ട്, മറ്റ് സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ഈ പൊടിപ്പടലം നമ്മുടെ ദേഹത്ത് കൊള്ളുന്നത്, ഇന്നത്തെ എൻ്റെ വെള്ള ഷർട്ടാണ് ഞാൻ ഇട്ടത്, ഇന്നത് ഉച്ച പോലും ആയിട്ടില്ല, മുഷിഞ്ഞ സംഭവം. അപ്പം യാത്രയ്ക്ക് ദുരിതമായിട്ട് ഒരു അത്യാവശ്യം യാത്രയ്ക്കോ അല്ലെങ്കിൽ ദൂരോട്ടൊക്കെ യാത്രയ്ക്കോ അല്ലെങ്കിൽ ഓഫീസിലോട്ടൊക്കെ പോകുന്നവർക്ക് ഈ വണ്ടികളൊക്കെ വരുമ്പോൾ ഈ പൊടിപ്പടലങ്ങൾ കൊണ്ട് നമുക്ക് ഇത് മുഷിച്ചിലായി. പിന്നെ ആഹാര പദാർത്ഥങ്ങളായിരിക്കുന്ന മറ്റ് കച്ചവടക്കാരൊക്കെ ഉണ്ട്, പിന്നെ തുണിക്കച്ചവടമുണ്ട്, തയ്യൽ തൊഴിലാളികളുണ്ട്. ഇതൊക്കെ ഈ പൊടിപ്പാട് കൊണ്ടുമ്പോൾ അവർക്ക് ബിസിനസ്സൊക്കെ ബാധിക്കുകയാണ്. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഒന്നെങ്കിൽ PWDയോ അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്ത് അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്തോ ബ്ലോക്ക് പഞ്ചായത്തോ ഈ റോഡുമായിട്ട് ബന്ധപ്പെട്ട് വിലയിരുത്തി ഒന്ന് ഈ 1/2 കിലോമീറ്ററിൽ ഞങ്ങൾക്കൊന്ന് ടാർ ചെയ്തോ ചെയ്തു തന്നതാണെങ്കിൽ വളരെ ഉപകരിക്കും. കാരണം എന്താ വെച്ചാൽ അത് കഴിഞ്ഞ ടൈഫോയിഡ് എസ്റ്റേറ്റിലേക്കാണ്. അത് നല്ല റോഡാണ്. എന്നാൽ കുട്ടികളുണ്ട്, അതുപോലെ മറ്റ് വലിയ വാഹനങ്ങൾ പോകുന്നുണ്ട്. ടൂറിസ്റ്റ് മേഖല ഇപ്പം വാദമക്കളൊക്കെ ടൂറിസ്റ്റ് മേഖലയാണ്. അപ്പം അങ്ങനെ ഒത്തിരി ആൾക്കാരൊക്കെ പോകുന്നുണ്ട്. അഥവാ ഈ റോഡ് ബ്ലോക്ക് ആക്കുമ്പോൾ നമുക്ക് ഈ മെയിൻ റോഡ് വഴിയാണ് നമ്മൾ ഗോളാബി വാമനിലോട്ട് പോകേണ്ടത്. എന്നാൽ അത്ര പോലും ചെയ്തില്ല. ഈ 1/2 കിലോമീറ്റർ ഒന്ന് സഹകരിച്ച് മനോഭാവം കാണിക്കുകയാണെങ്കിൽ ഉദ്യോഗസ്ഥർക്ക് വളരെ നന്ദിയായിരിക്കും. അപ്പം ഈ വീഡിയോ കാണുന്നവർ, ഇതിൻ്റെ ഗുണഭോക്താക്കൾ ആരൊക്കെ ഈ റോഡുമായിട്ട് ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്നുണ്ടോ അവരൊക്കെ ഒന്ന് ജസ്റ്റ് ഈ വീഡിയോ കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാക്കുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് ബന്ധപ്പെട്ട അധികാരികളുള്ള സംവിധാനം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നാട് വികസനത്തിൻ്റെയും പുരോഗമനത്തിൻ്റെ കാഴ്ചപ്പാടിൽ മുമ്പോട്ട് പോകുമെന്നുള്ള കാഴ്ചപ്പാടിൽ തന്നെയാണ് ഞാൻ ഈ വീഡിയോ പ്രദർശിപ്പിക്കുന്നത്. ഓക്കെ, താങ്ക് യു.